ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഹക്കം മുഹമ്മദ് ഇസ അലിസയെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രയേലി സൈന്യം, ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇസ്രയേൽ ദിനപത്രങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയും ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി ഈ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. ഒക്ടോബർ 7, 2023 ഗാസയുടെ മുനമ്പത്ത് നിന്നും പാലസ്തീൻ്റെ മിലിറ്റൻ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സൈനികരും ഹമാസിലെ സൈനികരും ചേർന്ന് ഇസ്രയേലിനെ വരിഞ്ഞു കെട്ടാനൊരു ശ്രമം നടത്തിയത്. നമുക്കറിയാം, ഇസ്രയേൽ ശരിക്കും ഭയചകിതരായ ഒരു നിമിഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹമാസിനെ പരിപൂർണമായി തീർത്തു എന്ന് വെല്ലുവിളി നടത്തിക്കൊണ്ട് വരികയാണ് ഇസ്രയേൽ ഭരണകൂടം. നെതന്യാഹുവിനെ അറിയാം, ഇറാനുമായി ഇനി പോരിന് പോയാൽ കൂടുതൽ നാശനഷ്ടമുണ്ടാകും. എന്നാൽ പിന്നെ വീണ്ടും പാലസ്തീൻ കേന്ദ്രീകരിച്ച് തൻ്റെ യുദ്ധക്കൊതിയുമായി മുന്നോട്ട് പോകാം എന്നതിൻ്റെ തുടർച്ചയായി തന്നെ ഇതിനെ കാണണം എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഹമാസിലും ഫലസ്തീൻ്റെ എല്ലാ രീതിയിലുള്ള മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾക്കും സർവ സഹായങ്ങളും നൽകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ആയത്തുള്ള അൽ ഖമനി വ്യക്തമാക്കുന്നത്. അതായത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു യുദ്ധവെറിയൻ, അതാണ് നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധവെറിയനെ കൃത്യമായും ഉന്മൂലനം ചെയ്താലേ ലോക സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഹമാസിന്റെ നേതാക്കളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് ഗാസയിൽ സമാനതകളില്ലാത്ത മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെതിരെയുള്ള ഹമാസിന്റെ ആക്രമണം അത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് എന്ന് തന്നെ അവർ വ്യക്തമാക്കിയതാണ്. അന്നാണ് അമേരിക്ക ഇടപെട്ടുകൊണ്ട് വലിയ തോതിൽ ഇസ്രയേലിനെ സംരക്ഷിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി. പക്ഷേ ഈ രീതിയിൽ, അതായത് ഹമാസിന്റെ ഈ അതിശക്തമായ ചെറുത്തുനിൽപ്പ് അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ സ്രോതസ്സുകളെയും തച്ചുടച്ചുകൊണ്ട് ഇസ്രയേൽ വലിയ രീതിയിലുള്ള ദിഗ്വിജയം നടത്താൻ ശ്രമിച്ചപ്പോൾ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാതെ കീഴടങ്ങി എന്ന് വ്യക്തമായിരുന്നു. ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധാപൂർവം അവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇറാനെ കരുതിക്കൂട്ടിയുള്ള ആക്രമണം നടത്തിയത്. എന്നാൽ ആ ഇറാൻ പ്രത്യാക്രമണത്തിൽ ഇസ്രയേൽ ശരിക്കും തകർന്നു പോകുന്ന അവരുടെ സമ്പദ് വ്യവസ്ഥയും അവരുടെ നിലവിലുള്ള രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനവും മുന്നോട്ടുള്ള പ്രയാണവുമെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആയത്തുള്ള അൽ ഖമനി വ്യക്തമായ മറുപടി കൊടുത്തത്. ഹമാസിന്റെ തലവനെ നിങ്ങൾ വധിച്ചു എന്ന് പറഞ്ഞ് ആഘോഷ തിമർപ്പിൽ രസിച്ചിരിക്കുമ്പോൾ നെതന്യാഹുവിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന ഖമനിയുടെ വാക്കുകളാണ് ഉച്ചസ്വരത്തിൽ, അതായത് ലോകം മുഴുവൻ ഉറക്കെ കേൾക്കുന്ന ശബ്ദത്തിൽ ഖമനി വ്യക്തമാക്കുന്നത്. ഇത് ഖമനിയുടെ ദീർഘ അഭിലാഷമാണ്, പ്രഖ്യാപനമാണ്. നെതന്യാഹുവിനെ തീർത്തിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്ന ഒരു വൻ പ്രഖ്യാപനം പരസ്യമായി നടത്തുന്നു ഖമനി.